എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ തോന്നും നമുക്ക് പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടി ചില ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ കഴിഞ്ഞിരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല് പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷന്റെ ടൈമിൽ ഓക്കെ ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയുന്നത്. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ സ്വഭാവത്തിന് കുറെ ക്രെഡിറ്റ് എന്റെ അമ്മയ്ക്കാ. അമ്മേനെ വെച്ച് നോക്കുമ്പോൾ അമ്മ ഭയങ്കര ബോൾഡാ. അമ്മയുടെ സത്യം പറഞ്ഞ കഴിവിന്റെ ഒരു 5% പോലും എനിക്കില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശ്രീലക്ഷ്മി അറക്കൽ, ചിലർ വിളിക്കുന്നതോളെ ശ്രീലക്ഷ്മി അറപ്പെന്നാണ്, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ എന്നാണ് അവളുടെ സോഷ്യൽ മീഡിയ നെയിം. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ഫെമിനിസ്റ്റ്, അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെമിനിസ്റ്റാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇൻ്റർവ്യൂ, ആ ഒരു ഇൻ്റർവ്യൂവിൽ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഈ ഒരു നവോത്ഥാന നായിക പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കേരളം തന്നെ ഒരു പക്ഷേ ലജ്ജിച്ച് തല താഴ്ത്തിയേക്കാം. അത്രയും അധികം അപരാധം, അതായത് അപരാധം കൊണ്ട് കൈ കഴുകുന്ന ഒരു നവോത്ഥാന നായികയായ ഫെമിനിസ്റ്റായി ഈ ഒരു സോഷ്യൽ മീഡിയ താരം മാറുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ തോന്നും നമുക്ക്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടി വരുമെന്ന്. അങ്ങനെയല്ല, ഒരു 28 വയസ്സുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോൾ ഉള്ളത്. ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിംഗ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല. സത്യമായിട്ടൊന്നും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ കഴിഞ്ഞിരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല് പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല്. പക്ഷേ കേരളത്തിലെ യഥാർത്ഥ സ്ത്രീകൾ ഓളെ കൈ കിട്ടുവാണെങ്കിൽ ഓളെ ഒറ്റയടിക്ക് ഓളുടെ ചെപ്പാക്കുറ്റി കറക്കിയേനെ. അതായത് ഓളിവിടെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് ഓവുലേഷൻ ടൈമിൽ ഏതൊരു പഹയനെ കൈ കിട്ടിയാലും ഓനോടൊപ്പം ഒരു കാമ കേളി ആടാൻ താല്പര്യപ്പെടുന്ന സ്ത്രീകളാണ്. സ്ത്രീകളിൽ ഏറെയും നല്ല എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നാണ് ഓള് പറയുന്നത്. എന്നാലോചിക്കുക, സ്ത്രീകളെ ഈ രീതിയിൽ അവഹേളിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിരിക്കാം. ഈ ഒരു വിഷയത്തിൽ ഓൾക്ക് തക്കതായ ഒരു മറുപടിയുമായി നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു സോഷ്യൽ മീഡിയ താരത്തിന്റെ പല അഭിപ്രായങ്ങളും നമുക്ക് താല്പര്യമുള്ള അഭിപ്രായങ്ങളല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിലൊരു പ്രതികരണം ആ ഒരു താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരാണത്? അത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം അസ്ലാം എർലി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷന്റെ ടൈമിൽ ഓക്കെ ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷന്റെ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷന്റെ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട് അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട് വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെൻറ്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല.
നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അതില്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്യൂഡോ സയൻസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ല കേട്ടോ. ഈ ഒരു വിഷയത്തിൽ 100-ൽ 100 മാർക്ക് തന്നെയാണ് അസ്ലാം അലൈക്ക് കൊടുക്കുന്നത്. അതായത് ശ്രീലക്ഷ്മി അറപ്പ് എന്ന് പറയുന്ന ഈ ഒരു സാധനം മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതൊരു പക്ഷേ വെടി പടക്കങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകളെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇതെല്ലാ സ്ത്രീകളും എങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഇതാണ് അവസ്ഥയെന്ന് മേലാൽ ഇതുപോലുള്ള അപരാധം പറയുന്നത്. മേലിൽ ഇതുപോലുള്ള അപരാധം എല്ലാ സ്ത്രീകളും എങ്ങനെയാണെന്നുള്ള അപരാധം ഈ ശ്രീലക്ഷ്മി അറപ്പ് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീകൾ ഇവൾക്കെതിരെ രംഗത്ത് വരണം. തീർന്നില്ല, മറ്റൊരു ഗംഭീര വെളിപ്പെടുത്തലൂടെ താരം നടത്തുന്നുണ്ട്. ചില ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ, ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഇതിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അതായത് ഈ ജോലിയുടെ ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതായത് എല്ലാ ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ. ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അവള് പറയുന്നത് സ്വന്തം ഭാര്യമാർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാവാത്ത ഭർത്താക്കന്മാർ. അതായത് നമ്മൾ കുട്ടികളെ ട്യൂട്ടോറിയൽ കോളേജിൽ വിടുന്ന പോലെയുള്ള ഒരു പരിപാടി. അതായത് ചില വിഷയങ്ങളിൽ ചില പഹയന്മാര് ചില സബ്ജക്റ്റിൽ അമ്പയെ പരാജയം, ഓൾക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സബ്ജക്റ്റിൽ തീരെ മുന്നേറാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ ഒരു പരാജയം കൊണ്ട് തൻ്റെ ഭാര്യയായ താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഓളെ ഒരു ട്യൂട്ടോറിയൽ കോളേജുമാരി കൊണ്ടുവിടുകയാണ്. അവിടെ പോയിട്ട് ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആ സബ്ജക്റ്റിൽ ചില കലാപരിപാടികൾ ചെയ്യാനുള്ള പഹയന്മാരായിട്ടുള്ള ഘടാഘടിയന്മാരായിട്ടുള്ള അധ്യാപകരെ ഏൽപ്പിക്കുകയാണ്. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. അതായത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഈ ഒരു താരം പറയുന്നത് ആണുങ്ങൾക്കും ട്രൈ ചെയ്യാം. അതായത് ഈ രീതിയിൽ ചില വീക്ക്നെസ്സുകൾ ചില പോരായ്മകളുള്ള ചില പഹയന്മാർക്ക് ഇത്തരത്തിൽ, അതായത് ചില സബ്ജക്റ്റുകളിൽ വീക്കാണെങ്കിൽ ആ സബ്ജക്റ്റുകളിൽ മുന്നോട്ട് വരാൻ വേണ്ടി അതിൽ മികവ് പുലർത്തുന്ന ചില പഹയന്മാർ അധ്യാപകരായിട്ട് നമ്മുടെ അടുത്തുണ്ടെന്നാണ് പറയുന്നത്. ഏറെ ഞെട്ടലുളവാക്കുന്നത്. അതായത് ഏത് രീതിയിലൊക്കെ സ്ത്രീകളെയും ഭർത്താക്കന്മാരെയും അപമാനിക്കാമെന്നുള്ളതിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഫെമിനിസ്റ്റായി ഈ ഒരു ഫെമിനിസ്റ്റ് മാറുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇനി എന്തുകൊണ്ട് ഈ ഒരു ഫെമിനിസ്റ്റിന് ഈ ഒരു ഗതി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും ഓള് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വരട്ടെ. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. അതായത് കുറേ വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് 10, 12, 20 ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരാൾ മാത്രമാണ് എൻ്റെ അമ്മ. അപ്പം അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ അത് തിരിച്ചറിഞ്ഞു. അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോയതാ ഇയാളെ. അപ്പം എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്കൊരു 3-4 വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു 6 മാസം പ്രായമായപ്പോൾ തൊട്ട് കൂലിപ്പണിക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് 3-4 വയസ്സൊക്കെ ആയപ്പോഴാണ് അംഗൻവാടി ജോലി കിട്ടിയത്. അപ്പോൾ ആ ജോലിക്ക് അങ്ങ് പോകാൻ തുടങ്ങി. പിന്നെ എന്നെ വളർത്തിയ മൊത്തം അമ്മൂമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് അച്ഛനെ പറ്റി ഒന്നുമേ പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ അമ്മ വലുതായതിനു ശേഷം പറഞ്ഞു പറഞ്ഞാൽ, അതായത് അമ്മയ്ക്ക് ചെറിയ വെറുപ്പുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അച്ഛനോടുള്ള വെറുപ്പ് അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നിന്നെ ജനിപ്പിച്ച ആളാണ്. അതുകൊണ്ട് അമ്മ എന്നോട് ഒരിക്കലും അയാളെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിയെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വെടിയെന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. നമുക്ക് എന്താണെന്നറിയാം, നമുക്ക് മനസ്സിലാവും. അത് അത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് ക്രൂശിക്കുക തന്നെ ചെയ്യും. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വഭാവത്തിന് കുറേ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാ. അമ്മേനെ വെച്ച് നോക്കുമ്പോൾ അമ്മ ഭയങ്കര ബോൾഡാ. അമ്മയുടെ സത്യം പറഞ്ഞ കഴിവിൻ്റെ ഒരു
5% പോലും എനിക്കില്ല. അതായത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഈ ഒരു താരം താൻ എന്താണ് കണ്ടു വളർന്നത്, തന്റെ വീട്ടിൽ എന്താണ് എങ്ങനെയാണ് അമ്മ പെരുമാറിയത് അതേമാതിരിയാണ് എല്ലാ അമ്മയെന്നോള് ധരിക്കുകയാണ്. അതായത് തന്റെ അമ്മയ്ക്ക് ഇത് കണക്ക് ഓവുലേഷൻ കൂടുതലായിരിക്കും, ആ സമയത്ത് ചില പഹയന്മാരെ വിളിച്ചു കയറ്റി അത്തരത്തിലൊരു പഹയനിലൂടെ ഗർഭം ധരിച്ച് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അതാണ് ശ്രീലക്ഷ്മി അറക്കൽ. അതേമാതിരിയാണ് എല്ലാ അമ്മമാരും എന്ന് ഈ അറക്കലിന് ഒരു ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ലൈസൻസ് ഇല്ലാതെ ഇത്തരം അപരാധങ്ങൾ അയച്ചു വിടാൻ വേണ്ടി ഈ ഒരു ഫിസിക്സ് ടീച്ചർ തയ്യാറാവുന്നത്. ഓള് പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫിസിക്സ് ടീച്ചറാണെന്നാണ് പറയുന്നത്. തുടക്കകാലത്ത് ഇതിലും വലിയ അപരാധങ്ങളാണ് അയച്ചു വിടുന്നത്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ചാനലുകൾ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഓളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ആ ഒരു ചാനലുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ്. ഈ രീതിയിൽ അപരാധം, അതായത് സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ഈ രീതിയിൽ അസംബന്ധം പറയുന്ന ആൾക്കാർക്കെതിരെ തീർച്ചയായും ആക്ഷൻ എടുക്കണം. കാരണം അവർ ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് പറയുന്നില്ല, ഇത് സ്ത്രീകൾ ഇങ്ങനെയാണ്, സ്ത്രീകളുടെ രീതി ഇതാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയാണ്. സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം. ഇതുപോലൊരവസ്ഥ ഒരു സ്ത്രീ സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. അതിന്റെ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ട്. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ സ്വഭാവത്തിന് കുറെ ക്രെഡിറ്റ് എന്റെ അമ്മയ്ക്കാ. അമ്മേനെ വെച്ച് നോക്കുമ്പോൾ അമ്മ ഭയങ്കര ബോൾഡാ. അമ്മയുടെ സത്യം പറഞ്ഞ കഴിവിന്റെ ഒരു 5% പോലും എനിക്കില്ല.